നമസ്കാരം. അമേരിക്ക. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാൽ നൂറ്റാണ്ടിനിടെ ആദ്യമായ ഒരു ഉത്തര കൊറിയൻ യാത്ര നടത്തുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായ ഒരു കൂടിക്കാഴ്ച, സ്നേഹാലിംഗനം, പിന്നീട് സമഗ്രവും തന്ത്രപ്രധാനവുമായ കരാർ ഒപ്പിടൽ. വഴിത്തിരിവ് എന്ന് കിം ജോങ് വിളിച്ച ആ കരാർ എത്രത്തോളം നിർണായകമാണ്? പടിഞ്ഞാറൻ ആധിപത്യത്തിന്റെ ലോകക്രമത്തെ വെല്ലുവിളിക്കുന്നതാണോ കരാർ? എന്താണ് പുടിൻ കിം ജോങ് ഉൻ കെമിസ്ട്രി? പുടിനും കിമ്മും തമ്മിലുള്ള ചങ്ങാത്തം മുറയ്ക്കുമ്പോൾ അമേരിക്കയും ദക്ഷിണ കൊറിയയും അസ്വസ്ഥരാകുന്നത് എന്തിന്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഐകമത്യം മഹാബലം. ഇന്നത്തെ എന്റെ അതിഥികൾ: മുൻ ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ടി പി ശ്രീനിവാസൻ, കൺസർവേറ്റീവ് പാർട്ടി അനുഭാവിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീ കൗണ്ടി കമ്മിറ്റി അംഗവുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ജിനേഷ് തമ്പി എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ്. ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ്. ശ്രീ ടി പി ശ്രീനിവാസൻ, എന്തായാലും ഈ കാൽനൂറ്റാണ്ടിനിടെയുള്ള ഒരു സന്ദർശനം, അങ്ങെപ്പോഴും പറയാറുണ്ട് മീഡിയയ്ക്ക് മുന്നിൽ വരുന്ന ഈ സ്നേഹാലിംഗനം, ഹസ്തദാനം, ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ആ യഥാർത്ഥ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ളത് എന്ന് പറയും പോലെ സമഗ്രവും തന്ത്രപ്രധാനവുമായ കരാറുകളിൽ ഒപ്പിടുന്നു. സൈനിക സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. യുക്രൈൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഇനി യുദ്ധം ശക്തമാകുമെന്ന സൂചനകൾ വരുന്നു. എന്തായിരിക്കാം ഈ ഒരു സന്ദർശനത്തിന്റെ ആകത്തുക? അത് ലോകം ഇപ്പോൾ നീങ്ങുന്നത് ഓട്ടോക്രസിക്കും ഓട്ടോക്രസികൾക്ക് എതിരായിട്ടുള്ള ഡെമോക്രസിയും ഓട്ടോക്രസിയുമായിട്ടുള്ള ഒരു സംഘട്ടനമാണ്, അല്ലെങ്കിൽ സംഘർഷമാണ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ധാരാളം തെളിവുകളുണ്ട്. പ്രസിഡന്റ് പുടിൻ ചൈനയിൽ പോയി നടത്തിയ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കരാറുകൾ വളരെ പ്രധാനമാണ്. ആദ്യമായിട്ടല്ല, യുക്രൈനിൽ പോകുന്നതിന് മുമ്പ്, യുക്രൈനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ബെയ്ജിങ്ങിൽ പോയതാണ്. പക്ഷെ ഇപ്പോഴുണ്ടാക്കുന്ന കരാറുകൾ, പുടിൻ ഉണ്ടാക്കുന്ന കരാറുകളൊക്കെ വളരെ ഒരു സ്ട്രാറ്റജിക് അലയൻസസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ വിസിറ്റ് ഒന്നും സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് വിസിറ്റ് എന്ന പോലെ അല്ല. ഇപ്പൊ തന്നെ നോർത്ത് കൊറിയയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു ന്യൂ ഹൈ ലെവൽ ഓഫ് അലയൻസ് എന്നാണ് രണ്ടുപേരും അത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അതൊരു മിലിറ്ററി അലയൻസിന്റെ മട്ടിലേക്കാണ് ഇത് നീങ്ങുന്നത്. അപ്പോൾ പുടിന്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് വെപ്പൺസ് ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ യുദ്ധം അവസാനിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ പുടിന്റെ ലീഡർഷിപ്പിൽ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് അതുപോലെ വിയറ്റ്നാമിൽ അദ്ദേഹം പോയി. പക്ഷെ വിയറ്റ്നാമിലേക്കും പ്രധാനപ്പെട്ടതാണ് നോർത്ത് കൊറിയയിലെ സന്ദർശനം. നമുക്കറിയാം, നോർത്ത് കൊറിയയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ട്രംപ് ശ്രമിച്ചു ഒരു കാലത്ത്. അദ്ദേഹം വളരെയധികം ശ്രമിക്കുകയും നോർത്ത് കൊറിയയെ അമേരിക്കയോട് ബന്ധത്തിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം അവസാനിച്ചത് തന്നെ നമുക്കറിയാം, വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞില്ല. അപ്പൊ യുദ്ധം ഇല്ലാത്ത ആളായിട്ടാണ് ട്രംപ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അതിനിപ്പോ എന്താ അറിയില്ല, നമുക്ക് ആരാണ് പ്രസിഡന്റ് എന്ന് അറിഞ്ഞാലേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം പുടിൻ ഈ പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. കാരണം യുദ്ധമൊന്നും വിജയത്തിലെത്താത്ത സ്ഥിതിക്ക് ഒരു പുതിയ ലോകക്രമത്തിന്റെ കാര്യത്തിൽ പുടിൻ ഒരു നേതൃത്വം എടുത്ത് ഇതുപോലെ ചൈനയെയും നോർത്ത് കൊറിയയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതും അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് അമേരിക്കയും നോർത്ത് കൊറിയയുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ. എല്ലാ കാലത്തും അത് വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരു കാലഘട്ടം. നോർത്ത് കൊറിയയെ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം ഒരു സമയത്ത്. അത് മാറാൻ പ്രസിഡന്റ് ട്രംപ് ശ്രമിച്ചെങ്കിലും അതിലും വിജയം ഉണ്ടായിട്ടില്ല. പിന്നെ നോർത്ത് കൊറിയയുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി, അപ്പോൾ ഇവർ തമ്മിലുള്ള കോഓപ്പറേഷൻ വരുമ്പോൾ അതിൽ ഒരുപാട് മീനിങ്സ് ഉണ്ട്. കാരണം ടെക്നോളജി എക്സ്ചേഞ്ച് ചെയ്യുന്നു. സ്പേസ് ടെക്നോളജിയിൽ റഷ്യ നോർത്ത് കൊറിയയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നോർത്ത് കൊറിയ വെപ്പൺ സപ്ലൈ ആണെന്ന് പറയുന്നു.
റഷ്യക്ക്. അപ്പം ഇതെല്ലാം വളരെ കൂടുതൽ അമേരിക്കയ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സംഭവങ്ങളാണ് ഇതുണ്ടാകുന്നത്. അത് അമേരിക്ക വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കാരണം ഇതൊരു മിലിറ്ററി അലയൻസ് ആണ്. അത് പറയുന്നത് ഒരാളെ ആക്രമിച്ചാൽ മറ്റേ ആള് സഹായത്തിനെത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ ആ തരത്തിലുള്ള ഒരു പുതിയ കൂട്ടുകെട്ട് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പൊതുവെ ഡെമോക്രസീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. ശരി, താങ്ക് യു. ശ്രീ ജിനേഷ് തമ്പി, ഈ ഉത്തര കൊറിയൻ റഷ്യൻ റിലേഷൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ 1948 തന്നെ ഉത്തര കൊറിയയെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ജോസഫ് സ്റ്റാലിൻ്റെ കാലത്ത് കിം ജോങ് ഉന്നിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്ന കിം ഇൽ സൂങ്ങുമായിട്ടുള്ള ആ ഒരു ഹൃദയബന്ധം നമുക്കറിയാം. ആ ഒരു 1950s റിലേഷൻസ്, ഒരു റൊമാൻസ് എന്നൊക്കെ പറയാം, അത് വീണ്ടും റീഗെയിൻ ചെയ്യുകയാണോ? അതായത് ഒന്നുകൂടെ പുനർനിർവചിക്കപ്പെടുകയാണോ? എന്ത് തോന്നുന്നു, എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു സന്ദർശനത്തെ? ക്രിസ്റ്റീന, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോ വേൾഡ് ഓർഡർ വളരെ ഒരു ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, കലുഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു യൂറോപ്യൻ കൺട്രിക്ക് മേൽ നടക്കുന്ന ഏറ്റവും വലിയ എക്സ്പാൻഷനിസ്റ്റ് അറ്റാക്കാണ് യുക്രൈന്റെ നേരെ റഷ്യ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാപമാണ്. അങ്ങനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് റഷ്യ നോർത്ത് കൊറിയയുടെ അടുത്ത് ഒരു ഡിഫൻസ് ട്രീറ്റിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അത് ചില കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഓസ്ട്രസൈസ്ഡ് ആണ്. ഈ രണ്ട് രാജ്യങ്ങളെയും മുൻനിര ലോകരാഷ്ട്രങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും യുക്രൈനിൽ റഷ്യ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒട്ടും സുഗമമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുമല്ല. മാത്രമല്ല, റഷ്യക്ക് യുക്രൈനിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യുദ്ധ സാമഗ്രികളുടെ ആവശ്യമുണ്ട്. അത് മിക്കവാറും ഒക്കെ ഇപ്പൊ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് കൊറിയ ആണ് എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 5 മില്യൺ US$ വാർഫെയർ മെറ്റീരിയൽസ് ആണ് നോർത്ത് കൊറിയ ഇതുവരെ റഷ്യക്ക് കൊടുത്തിട്ടുള്ളത് യുക്രൈൻ വാറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ യുദ്ധ സാമഗ്രികൾ അത്ര കാര്യമായിട്ട് ഇല്ലാത്ത സമയത്ത്, ഷോർട്ടേജ് ഉള്ള സമയത്ത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയ ആയിട്ട് ഒരു ഡിഫൻസ് അലയൻസിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതെന്ന്. പക്ഷെ നമ്മളെ കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഒരു പാക്റ്റിലൂടെ നോർത്ത് കൊറിയയ്ക്ക് ഒരു ജൂനിയർ പാർട്ട്ണർ ആണെങ്കിൽ കൂടി റഷ്യ ഒരു വലിയൊരു റെക്കഗ്നിഷനാണ് വേൾഡ് സ്റ്റേജിൽ കൊടുക്കുന്നത്. അത് മാത്രമല്ല, നോർത്ത് കൊറിയയുടെ പല മൂവ്മെന്റ്സും പൊളിറ്റിക്കൽ ക്യാൻവസിൽ അൺപ്രഡിക്റ്റബിൾ ആണ്, വളരെ വോളറ്റൈൽ ആണ്. അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് അമേരിക്കയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂക്ലിയർ പവർ ആവാനായിട്ടുള്ള നോർത്ത് കൊറിയയുടെ ആ ഒരു ശ്രമത്തിന് ഈ ഒരു കാലം വരെ സാങ്ഷൻസ് കൊണ്ട് തടുത്തു നിർത്താനായിട്ട് അമേരിക്കയ്ക്കും വെസ്റ്റേൺ പവേഴ്സിനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ റഷ്യ പിക്ചറിൽ വരുമ്പോൾ റഷ്യയുടെ ഒരു സഹായം ഈ മിലിറ്ററി പാക്റ്റിലൂടെ നോർത്ത് കൊറിയയ്ക്ക് ലഭിക്കുമ്പോൾ കഥ മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതുപോലെ തന്നെ സാറ്റലൈറ്റ്, സബ്മറൈൻ, ഇവയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു നോഹം, ടെക്നോളജിക്കൽ പ്രോഗ്രസ് റഷ്യ നോർത്ത് കൊറിയയ്ക്ക് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അത് കഥ മാറും. വെസ്റ്റേൺ അലയൻസ്, US ലെഡ് വെസ്റ്റേൺ അലയൻസ് വിൽ ബി ഇൻ ഡീപ് ട്രബിൾ. അത് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞ പോലെ ഇപ്പോ റഷ്യ നോർത്ത് കൊറിയയുടെ അടുത്ത് ഇങ്ങനെ ഒരു പാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അത് വളരെ ഇറ്റ്സ് ഡീപ്ലി ഡിസ്ട്രസിങ് എന്നാണ് പറഞ്ഞത്. അത് ലോക ഓർഡറിന് തന്നെ വളരെയേറെ ഒരു കൺസേൺ ഉളവാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഈ നോർത്ത് കൊറിയൻ കിം ജോങ് യുന്റെ ആ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ, വ്ളാഡിമിർ പുടിൻ ഈ ഒരു മിലിറ്ററി പാക്റ്റിനെ വിശേഷിപ്പിച്ചത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അലയൻസ് ബിറ്റ്വീൻ ടു നേഷൻസ് ഹു ആർ ഹെൽ ബെന്റ് ഓൺ നോട്ട് റെസ്റ്റിംഗ് ഓൺ വൺസ് ലോറൽ ബട്ട് ഡെവലപ്പിംഗ് ഓൺ സ്ട്രാറ്റജിക് അലയൻസ് എന്നാണ്. വിചിത്രം എന്ന് പറയട്ടെ, വളരെ കൗതുകകരമായിട്ട് നോർത്ത് കൊറിയൻ പ്രീമിയർ കിം ജോങ് യുൻ ഈ ഒരു അലയൻസിനെ വിശേഷിപ്പിച്ചത് അലയൻസ് വിത്ത് ആൻ ഓണസ്റ്റ് ലീഡർ. അതായത് വ്ളാഡിമിർ പുടിനെ അധികം സമയം ഒന്നും ആയിട്ടില്ല, വ്ളാഡിമിർ പുടിൻ അമേരിക്കയുടെ കൂടെ നിന്നിട്ട്, മുൻനിരയിൽ നിന്നിട്ട് നോർത്ത് കൊറിയക്കെതിരെ സാങ്ഷന് വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചൊരു നേതാവാണ്. പക്ഷെ ഇപ്പോൾ കിം ജോങ് യുൻ വ്ളാഡിമിർ പുടിനെ വിശേഷിപ്പിച്ചത് ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നാണ്, ഓണസ്റ്റ് അലൈ എന്നാണ്. അതെല്ലാം വെസ്റ്റേൺ ഫ്രണ്ടിനെ, US ലെഡ് ഫ്രണ്ടിനെ അത് അലോസരപ്പെടുത്തുന്നതാണ്, യാതൊരു സംശയവുമില്ല. രണ്ട് ഓസ്ട്രസൈസ്ഡ് ആയിട്ടുള്ള നേഷൻസ് അലയൻസ് ആയിട്ട് വരുന്നതുമാണ്. അതും ഒരു വിശേഷണം കൂടിയുണ്ട്, ലോക സ്റ്റേജിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്ക് അലൈസ് ഉണ്ട് എന്ന് പുടിൻ കാണിച്ചു കൊടുക്കുകയാണ് നോർത്ത് കൊറിയനെ. അതുപോലെ തന്നെ ഇപ്പോ
വിയറ്റ്നാം സന്ദർശനത്തിലൂടെ വിയറ്റ്നാമിനെ കൂടെ നിർത്തിക്കൊണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് എ ബാറ്റിൽ ഓഫ് ടു ഫ്രണ്ട്സ്. ചൈന എപ്പോഴും US-നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് US ഹാജിമണി പ്രൊമോട്ട് ചെയ്യുന്നു, ഇമ്പീരിയലിസം പ്രൊമോട്ട് ചെയ്യുന്നു, ബ്ലോക്ക് പൊളിറ്റിക്സ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ചെയ്യുന്നതും ഏകദേശം അത് തന്നെയാണ്. ഒരു ബ്ലോക്ക് ഓഫ് ആൻ അലയൻസ് അഗെയിൻസ്റ്റ് വെസ്റ്റേൺ ഇമ്പീരിയലിസം. അതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ശരി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, 2019 ഉത്തര കൊറിയയുടെ മണ്ണിൽ ട്രംപ് കാലുകുത്തി ചരിത്രം കുറിക്കുന്നു. അന്ന് തന്നെ അവർ തമ്മിലുള്ള ഈ പറയുന്ന സ്നേഹാലിംഗനവും ഹസ്തദാനവും പല പ്രകടനങ്ങളും മീഡിയയ്ക്ക് മുന്നിലുണ്ടാകുന്നു. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ശ്രീ TP ശ്രീനിവാസൻ സാർ മാധ്യമങ്ങളോട്, മലയാള മാധ്യമങ്ങളോട് പറയുന്നത്, പലപ്പോഴും ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പുറം പ്രകടനങ്ങളിൽ എന്താണ് കാണുന്നത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും കാര്യങ്ങളെ വിലയിരുത്തുന്നത്. പക്ഷെ അതാവാൻ സാധ്യതയില്ല, അതുപോലെ സംഭവിക്കുകയും ചെയ്തു. കാര്യമായ ഒന്നും ആ സന്ദർശനത്തിന് ശേഷം നടന്നില്ല. ഇപ്പോൾ വീണ്ടും മറ്റൊരു സന്ദർശനം, ഉത്തര കൊറിയൻ പ്രീമിയറും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പുടിനും കിം ജോങ് ഉന്നുമായുള്ള ഒരു കെമിസ്ട്രി, അതിനെ എങ്ങനെ കാണുന്നു? ചിലപ്പോൾ നവംബറിന് ശേഷം ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലോ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ. അപ്പോൾ അത്തരത്തിലൊരു പ്രസിഡന്റ്ഷിപ്പിലൊരു മാറ്റം വരികയാണെങ്കിൽ ഈ പറയുന്ന കെമിസ്ട്രി വീണ്ടും മാറാനിടയുണ്ടോ? എങ്ങനെയായിരിക്കും ആ ഒരു പുതിയ ക്രമം? Christina, thank you so much for having me. Anyway, ക്രിസ്റ്റീനയുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു അമേരിക്കൻ പൗരൻ എന്നുള്ള രീതിയിൽ അമേരിക്ക ഇപ്പോഴും ഒരു ഫോഴ്സ് ഫോർ ഗുഡ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ പൗരനായിട്ട് ജീവിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അംബാസഡറിന് അറിയാവുന്നതുപോലെ ഏത് പ്രശ്നങ്ങളിലും രണ്ട് സൈഡുണ്ട്. അമേരിക്ക ലോക ക്രമത്തിൽ ഒരു ഫോഴ്സ് ഫോർ ഗുഡായിട്ട് തുടങ്ങി. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കയിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് കോൾഡ് വാർ, ആൻഡ് ദെൻ കംസ് വിയറ്റ്നാം. ദെൻ അമേരിക്ക finds the influential people in America. A country has no existence other than its leaders and its people. So influential people in America start milking the cow. അതാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന സാധനം. വിയറ്റ്നാം വാറിൽ അത് വളരെ മെച്യൂർ ആവുന്നു. അതിനുശേഷം ഇല്ലാത്ത വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇറാഖിൽ വാറിന് പോകുന്നു. എഗെയിൻ ഈ കൊഴുത്ത പശുക്കൾ വീണ്ടും കൊഴുക്കുന്നു. ഇതൊക്കെയാണ് അമേരിക്കയുടെ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നയാളാണ് ട്രംപ്. ട്രംപിന്റെ എല്ലാ സ്വഭാവ പ്രത്യേകതകളും ഉണ്ടായിട്ടും ട്രംപിനെ എന്നെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാരണം ആ മാറ്റം തന്നെയാണ്. ഈ പുടിനോട് അമേരിക്ക വെച്ചു പുലർത്തുന്ന വൈരാഗ്യം, അതിനുള്ള ആവശ്യമുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോർബച്ചേവ് വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് ലോകം മുഴുവൻ പറയുന്നു. കമ്മ്യൂണിസം ഇല്ലാണ്ടായി ഗോർബച്ചേവിന്റെ നേതൃത്വത്തിൽ. അമേരിക്കയുടെ ഒരു അലയെ പോലെ ഗോർബച്ചേവ് ആക്ട് ചെയ്തു. പക്ഷെ അന്ന് അമേരിക്ക ഗോർബച്ചേവിന് വളരെയധികം പ്രോമിസുകൾ കൊടുത്തിരുന്നു. അത് പലതും വാക്കിലായിരുന്നു. അതൊന്നും നടപ്പാക്കാൻ തയ്യാറാവാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. ഈവൻ പുടിൻ പ്രസിഡന്റ് ആയപ്പോഴും ഈ അമേരിക്ക ബ്ലോക്കിന്റെ കൂടെ അമേരിക്കയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരു നേതാവാണ് പുടിൻ. പക്ഷെ അത് കാണാതെ ഈ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വളർന്നാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ ബിസിനസ്സുകാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്കും ഉള്ള ഗുണങ്ങൾ കാരണം ആ ഒരു മാറ്റത്തിന്റെ ധ്വനി അത് മനസ്സിലാക്കാൻ തയ്യാറാവാതെ വീണ്ടും ഈ സെക്കൻഡ് വേൾഡ് വാർ ടൈപ്പ് ഹിസ്റ്റീരിയ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ അമേരിക്കയിലെ ഈ ഫോറിൻ പോളിസിയും ഈ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സും ചെയ്തത്. അപ്പൊ അതിനൊരു കറക്ഷനായിട്ട് വന്ന ആളാണ് ട്രംപ്. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസൺസ് ലോകം എല്ലായിടത്തും ആവശ്യമില്ലാത്ത വാറുണ്ടാക്കുകയും സാമ്പത്തിക ഗുണങ്ങൾക്ക് വേണ്ടി വാറുണ്ടാക്കുകയും ആ വാറിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പോളിസി അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഒരു അമേരിക്കൻ പൗരൻ എന്ന രീതിയിൽ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനെതിരെ വന്നയാളാണ് ട്രംപ്. ഈ പുടിനും ഈ കിം ജോങ് ഉന്നും ഒന്നും വിശുദ്ധന്മാരാണെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അമേരിക്കയുടെ കൈകളും ഇക്കാര്യത്തിൽ വളരെ വിശുദ്ധമൊന്നുമല്ല നമുക്കറിയാം. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ കാര്യങ്ങളായിട്ട് കാണാതെ നമ്മളുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ട്രെങ്ത് മനസ്സിലാക്കാതെ അമേരിക്കൻ പോളിസി വീണ്ടും ഇതേ രീതിയിൽ പോകാൻ ശ്രമിച്ചാൽ ലോകക്രമം മാറുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങള് കൺസർവേറ്റീവ് ഫോഴ്സസ് അമേരിക്കയുടെ കാര്യം പ്രൈമറി ആയിട്ട് നോക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ലോകകാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ അവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക, വാർ ഉണ്ടാവാണ്ടിരിക്കുക, ആവശ്യമില്ലാത്ത വാറുകൾ ഉണ്ടാവാണ്ടിരിക്കുക, എന്ത് കാരണത്തിന്റെ പേരിലായാലും ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ട്രംപിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന കൺസർവേറ്റീവ്സ്. അപ്പൊ ഡെഫിനറ്റ്ലി ട്രംപ് ഇവിടെ ജയിച്ചു വരിക എന്നുള്ളത് വീണ്ടും പ്രതീക്ഷയ്ക്ക് പകർന്നു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ കിം ജോങ് ഉൻ മാത്രമല്ല, പുടിനും ട്രംപിന്റെ വലിയ വിശ്വസ്തനാണെന്നും ട്രംപ് പുടിന്റെ പാവയാണെന്നും ഒക്കെയാണ് ഇവിടെ ബാക്കിയുള്ള ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പൈസ മേടിക്കുന്ന പൊളിറ്റീഷ്യൻസ് അമേരിക്കയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ട്രംപ് ആരുടെയും പാവയല്ല.
ട്രംപ് നമ്മൾ കാണുന്നത് പോലെ ഈ പ്രശ്നങ്ങളെ കോമൺ സെൻസോടുകൂടി കാണാൻ തയ്യാറായിട്ടുള്ള ഒരു ഔട്ട്സൈഡർ ആയിരുന്നു ട്രംപ്. ഇൻസൈഡർ ആയപ്പോൾ പുള്ളി അതിന് ട്രൈ ചെയ്തു. ഈ കിം ജോങ് ഉന്നിന്റെ കൂടെയുള്ള പുള്ളി ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അത് വിജയത്തിലേക്ക് എത്താത്തതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് സപ്പോർട്ടീവ് ആയിരുന്നില്ല. അത് ട്രംപിന്റെ മാത്രം ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ കൂടി പുള്ളിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ട്രംപിന്റെ വിജയം വഴി ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ഈ അമേരിക്കയുടെ കുറഞ്ഞ ശക്തി മനസ്സിലാക്കാതെ വീണ്ടും പഴയ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്താൽ നാച്ചുറലി അമേരിക്കയുടെ ആ ഒരു ഹെജിമണി ചലഞ്ച് ചെയ്യപ്പെടും. റഷ്യയും പുടിനും അതിന്റെ കൂടെ റഷ്യയുടെ പുടിനും കിം ജോങ് ഉണ്ണും ചൈനയും കൂടി കൂടിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും അമേരിക്കയുടെ സിറ്റുവേഷൻ മോശമാവും. പെട്രോൾ ഡോളർ ിൽ നിന്നും സൗദി അറേബ്യ മാറിക്കഴിഞ്ഞു. സൗദി അറേബ്യ റിന്യൂ ചെയ്യില്ല എന്ന് പറയുന്നു. ഇന്ത്യ സൗദിയോടും എല്ലാം വിനിമയം നടത്താൻ പോകുന്നത് ഇനി റുപ്പിയിലായിരിക്കും. അപ്പോൾ ഈ അമേരിക്കൻ ഡോളറിന്റെ ആ ഒരു ഹെജിമണി, ആ ഒരു പവർ ഇല്ലാണ്ടായാൽ അത് അമേരിക്കയുടെ ഫ്യൂച്ചർ, ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഫ്യൂച്ചർ, ലോകത്തിലെ നമ്പർ 1 രാജ്യം എന്നുള്ള ഫ്യൂച്ചർ, അതിനെയാണ് അത് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നാച്ചുറലി ഇത് അമേരിക്കയുടെ ഒരു പരാജയമാണ്, അമേരിക്കയുടെ ഫോറിൻ പോളിസിയുടെ ഒരു തെറ്റാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നാണ് എന്റെ അനുമാനം. ശ്രീ ടി പി ശ്രീനിവാസൻ, നമുക്കറിയാം വളരെ നിഷ്കളങ്കമായ ഒരു സഹകരണത്തിന് തയ്യാറാകുന്ന 2 നേതാക്കളല്ല ഉത്തര കൊറിയൻ പ്രീമിയറും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും. അപ്പോൾ അത്തരത്തിലൊരു സഹകരണത്തിലേക്ക്, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക്, അതും ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലേക്ക് അവർ പോകുമ്പോൾ 2 വാദങ്ങളുണ്ട്. ഈ കരാറിൽ പൂർണ്ണമായും പ്രാധാന്യം അല്ലെങ്കിൽ പൂർണ്ണമായും പ്രയോജനം ലഭിക്കുക റഷ്യക്കാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതേസമയം അല്ല, ഇതിലെ പ്രയോജനം ഉത്തര കൊറിയയ്ക്കാണെങ്കിൽ ഇരു നേതാക്കളും അവരുടെ പ്രയോജനത്തിനായി ശ്രമിക്കുന്നവരുമാണ്. അങ്ങെങ്ങനെയാണ് കണക്കാക്കുന്നത് ഈ ഒരു കരാറിൽ ഇരുവരിൽ ആർക്കാണ് കൂടുതൽ മെച്ചമുണ്ടാകുന്നത്? അതുപോലെ തന്നെ ചൈനയുടെ ഒരു റോൾ എന്തായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ? അതെ, ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതായിരുന്നല്ലോ. ഒരു ഡെമോക്രസീസും ഓട്ടോക്രസീസുമായിട്ടുള്ള ഒരു സംഘടനമാണ് ഇനി ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യ ചൈനയുമായിട്ട് ഇത്ര അടുത്ത ബന്ധമെന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനോട് കൂടെ ചേർന്നിരിക്കുകയാണ്. അതൊരു വലിയ വ്യത്യാസമാണ് ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ഇപ്പോ മുമ്പ് ട്രംപ് നോർത്ത് കൊറിയയോട് അടുക്കാൻ ശ്രമിച്ചത് അതൊരു ടാക്ടിക്കലായിട്ടുള്ള കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം ഈ ന്യൂക്ലിയർ കപ്പാസിറ്റി നോർത്ത് കൊറിയയ്ക്കുള്ളിടത്തോളം കാലം അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടാണ് ട്രംപ് അത് ശ്രമിച്ചത്. അത് വിജയിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ നാച്ചുറലായിട്ട് നോക്കുമ്പോൾ അമേരിക്കയും നോർത്ത് കൊറിയയും അഡ്വേഴ്സറീസ് ആണ്, ഒരിക്കലും ഒരു ഫ്രണ്ട്സ് ആകാൻ പോകുന്നത്. പക്ഷെ ഒരു സമയത്ത് ട്രംപ് പുടിനോടും വലിയ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോ ഈ ശ്രമങ്ങളൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടായ കാര്യങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് ചൈനയും റഷ്യയും ഒരു വശത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒരു വശത്തും വന്നപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഈ എവരിബഡി വോണ്ട്സ് ടു ഡോമിനേറ്റ്. അപ്പൊ അടുത്ത ലീഡർഷിപ്പ് എങ്ങനെ വരണം എന്നുള്ളതിനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലായിടത്തും ആ സ്വിങ് നടക്കുകയാണ്. ഒരു രാജ്യവും ആരോടും അടുത്ത് നിൽക്കുന്നില്ല, മുഴുവനായിട്ട് കമ്മിറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഇപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ തന്നെ നോക്കിയാൽ അറിയാമല്ലോ. നമ്മള് കഴിയുന്നത്ര കൂടുതൽ സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ അമേരിക്കയോട് അടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കൂടുതൽ അമേരിക്കയോട് അടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മാറിപ്പോവുകയല്ല. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. ഇന്ത്യ ഹാസ് ടു ബി വിത്ത് ദ ഡെമോക്രസീസ് ഓഫ് ദ വേൾഡ്. അപ്പൊ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആണ് കാണുന്നത്. അത് പുടിൻ കൂടി അത് ശ്രമിക്കുന്നതുമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ചൈനയുടെ സൗഹൃദത്തോടു കൂടി ലോകം കീഴടക്കാമെന്ന് അല്ലെങ്കിൽ ഡോമിനേറ്റ് എന്ന് അദ്ദേഹം വിശ്വസിക്കും. ഇപ്പോ ഒരു രാജ്യവും തൃപ്തരല്ല ഇപ്പോൾ അവരവരുടെ സിറ്റുവേഷനെ പറ്റി. അതുകൊണ്ടാണ് ഈ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷമുള്ള വേൾഡ് നമ്മൾ കാണുന്ന ഈ ഒരുപാട് ഷിഫ്റ്റുകൾ കാണുന്നു. പക്ഷെ അതുകൊണ്ട് പ്രധാനമായിട്ട് ഇപ്പോ ഉപയോഗം വരാൻ പോകുന്നത് പുടിനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നോർത്ത് കൊറിയ ഒരു ഐസൊലേഷനിസ്റ്റ് ആണ്. അവർക്ക് പൊതുവെ ലോകത്തിന്റെ ബഹുമാനം ലഭിക്കാനോ അല്ലെങ്കിൽ സ്നേഹം ലഭിക്കാനോ അവർ ശ്രമിക്കുന്നില്ല. അപ്പൊ അവര് ചൈനയുടെ കൂടെ നിൽക്കുന്നു, അവർ റഷ്യയുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അവർക്കൊരു അസ്തിത്വം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് ഇപ്പോ പ്രയോജനം വരാൻ പോകുന്നത് പുടിനാണ്. കാരണം പുടിന് യുദ്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യം
അദ്ദേഹം ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഒരു പീസ് പ്രോസസ്, അത് യുക്രൈനാണ് സമ്മതിക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരു സീസ് ഫയറിലേക്ക് പോകാനൊക്കെ അദ്ദേഹത്തെ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വീക്ക്നെസ് കൊണ്ടായി. അപ്പൊ അതിൽ നിന്ന് വരാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ വിസിറ്റിനെ കാണേണ്ടത്. ചൈനയുമായിട്ടുള്ള അഗ്രിമെന്റ് തന്നെ വളരെ സ്ട്രോങ് ആണ്. ലിമിറ്റ്ലെസ്, എൻഡ്ലെസ് എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാക്കുക. അപ്പൊ വിയറ്റ്നാം കുറച്ചൊരു വ്യത്യസ്തമായ കാര്യം. അപ്പൊ ഇതാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത്, അവരവരുടെ ആധിപത്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഏതാണ് എന്താണ് ഐക്യമുള്ള ലോകമായിട്ടല്ല വരാൻ പോകുന്നുള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് അമേരിക്ക തീർച്ചയായും ഇതിനെതിരായിട്ടുള്ള ശ്രമിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതിൽ സംശയമുണ്ട്. അതെ, ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ ശ്രീ ജിനേഷ് തമ്പി, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു ഐക്യമാണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെയും ഓരോ രാജ്യങ്ങളും അവരുടെ അപ്രമാദിത്യം അത് അടിയുറച്ച് ലോകക്രമത്തിൽ അത് മുന്നോട്ട് വരാൻ അവർ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സന്ദർശനത്തിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ ഏറ്റവും വലിയ അസ്വസ്ഥത പ്രകടമാക്കിയത് അമേരിക്കയാണ്. ആന്റണി ബ്ലിങ്കന്റെ വാക്കുകളിൽ തന്നെ അതെല്ലാം വ്യക്തമായിരുന്നു. അതിനുശേഷം ദക്ഷിണ കൊറിയ രംഗത്തേക്ക് വരുന്നു, ഇതിൽ അസ്വസ്ഥത. അപ്പോൾ ഒരു വശത്ത് ഇത്തരത്തിലൊരു ചങ്ങാത്തം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു, മറുവശത്ത് ഈ അസ്വസ്ഥത വരും ദിവസങ്ങളിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കപ്പെടും? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിലൊന്നും ഒതുങ്ങാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? അതിനപ്പുറമായ ചില ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, ഇത് സ്റ്റേറ്റ്മെന്റ്സിന് ഉപരിയായിട്ട് റഷ്യൻ പ്രീമിയർ വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ നോർത്ത് കൊറിയൻ പ്രീമിയറും തമ്മിൽ അവര് രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു ഉടമ്പടിക്ക് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാരണം നോർത്ത് കൊറിയ എപ്പോഴും ഐസൊലേറ്റഡ് ആണ്, ഓസ്ട്രസൈസ്ഡ് ആണ്, അണ്ടർ എന്താ പറയുക ഒരു ഡെല്യൂജ് ഓഫ് സാങ്ഷൻസിന്റെ പിടിയിലുള്ള ഒരു രാജ്യമാണ്. സൗത്ത് കൊറിയ ആയിട്ട് നോർത്ത് കൊറിയയുടെ ബന്ധം പരമ്പരാഗതമായിട്ട് എപ്പോഴും വഷളാണ്, വെരി ബാഡ് റിലേഷൻ ആണ് ട്രഡീഷണലി. ഇപ്പോൾ നോർത്ത് കൊറിയ റഷ്യയായിട്ട് അടുക്കുന്ന ഈ ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ സൗത്ത് കൊറിയ അവരുടെ അമർഷം, അവരുടെ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവര് ഓൾറെഡി ദേ ഹാവ് അഡ്വക്കേറ്റഡ് സെൻഡിങ് അമ്യൂണിഷൻ ടു യുക്രൈൻ. അത് ഈ റഷ്യ യുക്രൈൻ വാറിന് പുതിയ മാനങ്ങൾ സമ്മാനിക്കും. അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ജപ്പാൻ, US ആ ഒരു അലയൻസ്, അതിന് കൂടുതലായിട്ടുള്ള ഒരു സോളിഡാരിറ്റി വരാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നോർത്ത് കൊറിയ എംപവേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിയാക്ഷൻസും അതിന്റെ റെപ്പർക്കഷൻസും അത് കൊറിയൻ പെനിൻസുലയിൽ മാത്രം നിൽക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. കൊറിയൻ പെനിൻസുല മാത്രമല്ല, ഇൻഡോ ഏഷ്യ റീജിയനിലും അത് ഒതുങ്ങി നിൽക്കത്തില്ല. അതിന് ഒരു ഗ്ലോബൽ ലെവലിൽ തന്നെ അതിന്റെ റെപ്പർക്കഷൻസ് ഉണ്ടാവും. മുമ്പ് ഞാൻ സംസാരിച്ച പോലെ തന്നെ അത് US-ഉം അലൈസും എല്ലാം ഇതിലൊരു ഭാഗമാവും. പ്രത്യേകിച്ചും നോർത്ത് കൊറിയൻ പ്രീമിയറിന്റെ ആ ഒരു സ്വഭാവ വിശേഷണം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വോളറ്റൈൽ നേച്ചറാണ്, അദ്ദേഹം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാത്തത് കൊണ്ട് ഒരു ന്യൂക്ലിയർ നോഹൗ നോർത്ത് കൊറിയക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എല്ലാ ലോകരാജ്യങ്ങളും ഭയപ്പെടുന്നത്. അപ്പോൾ ഈ ഉടമ്പടികൾക്കൊക്കെ ഉപരിയായിട്ട് ഈ പ്രീമിയർ ലീഡേഴ്സിന്റെ അവരുടെ ആ ഒരു റിയാക്ഷൻസിന് ഇതിൽ ഒരുപാട് എംഫസിസ് കൈവരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ഈ പറയുന്നത് പോലെ ഡെമോക്രസീസ് വേഴ്സസ് ഓട്ടോക്രസീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ആ രീതിയിൽ സ്വേച്ഛാധിപതികൾ ഒന്നിക്കുന്നു, മറുവശത്ത് ജനാധിപത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ സമാധാനം പുലരണം, ജനങ്ങളുടെ ആധിപത്യം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ പോലും അവരൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ പുതിയൊരു ലോകക്രമത്തിനുള്ള അതിനേക്കുള്ള ഒരു പോക്കിലാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇവിടെ അമേരിക്കയുടെ ഒരു റോൾ എന്തായിരിക്കും? അമേരിക്കയുടെ ഒരു പൊസിഷൻ എന്തായിരിക്കും? അങ്ങ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഒരു പരാജയം എന്ന് പറയേണ്ടി വരുമോ, അതോ അമേരിക്ക പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപതികളെയൊക്കെ അടക്കി ഭരിക്കുന്ന രീതിയിലുള്ള ഒരു ലോകക്രമത്തിലേക്കായിരിക്കുമോ പോകുന്നത്? ഇപ്പം അംബാസിഡർ പറഞ്ഞപ്പോഴും ക്രിസ്റ്റീനെ ചോദ്യം ചോദിക്കുമ്പോഴും എല്ലാം there is an inherent assumption that democracy is good, autocracy is bad. Okay, if that is the assumption, look at the last some decades. Under the leadership of the Democrat America, millions have been killed in Vietnam, and without success. Of course, that was for a politically correct anti-communist agenda. I understand that, but still, America killed a lot more people than a lot of other autocracies killed in other parts of the world.
And then comes the second Gulf War for no reason, when knowing that there is no weapon of mass destruction, America marches into a war, destroys and kills a lot of people, a country, creates a lot of unrest. ഇതെല്ലാം ചെയ്തത് ഈ ഡെമോക്രാറ്റിക് അമേരിക്കയാണ്, ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് കൊടുക്കുന്ന അമേരിക്കയാണ് ലോകത്തിന്. അപ്പൊ നാച്ചുറലി പീപ്പിൾ ആർ ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് ഡെമോക്രസി. ദാറ്റ്സ് എ ഫാക്ട്. അപ്പൊ ഡെമോക്രസി ഇൻഹെറന്റ്ലി നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നൽ അറ്റ്ലീസ്റ്റ് അമേരിക്ക ഉള്ളിലെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. Now look at what is happening to Trump. Political persecution. ഇല്ലാത്ത ഫ്രിവലസ് കേസുകൾ ഉണ്ടാക്കി അങ്ങനെ എങ്ങനെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ സംസാരിപ്പിക്കാണ്ടിരിക്കാൻ നോക്കുന്നു. അപ്പോൾ നാച്ചുറലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് അമേരിക്കയിൽ പീപ്പിൾ ആർ നോട്ട് ഇൻ പവർ. ദിസ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഈസ് ഇൻ പവർ, നോട്ട് ദിസ് പ്രസിഡന്റ് ഹു ഈസ് ഇൻ പവർ. ഈവൻ വെദർ ഇറ്റ് ഈസ് ട്രംപ് ഓർ ബൈഡൻ, if they want to do good, it's very difficult for them to do good because the establishment has been corrupted so much. So the establishment is not democratic. That continues. Whoever is in power, the establishment continues. The basic assumption that democracy is good and autocracy is bad can be true if democracy works for the benefit of people. If that is the case, your dream and my dream and everybody's dream that we can have a reasonably peaceful world is possible. But if democracy keep on screwing up the world peace like this, then who is going to support democracy after some time? So I'm just so confused. It's that I like democracy, but at the same time, if this is the future of democracy, where everything is organized, everything is framed, everything is staged to justify their actions, and they call it democracy, that's not what we want. What Christina wants, what I want, what us want is peaceful world, reasonably peaceful world. Somebody misbehaves, yes, there has to be some checks and balances, but there should not be an inherent need for creating wars and conflicts all around the world under the leadership of America. And that is what Trump is trying to change. So give him a chance. Hopefully, this time, he will change the establishment enough so that democracy can have its good name back. Democracy doesn't have a good name like you think. This is my opinion. ഓക്കെ, അത് എത്രത്തോളം അതിനോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഏത് ഓട്ടോക്രാറ്റാണ് ജനങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും സുഖകരമായ ഉറക്കത്തിനും വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത്? എത്ര ഓട്ടോക്രാറ്റുകളുടെ കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും look at UAE, look at Dubai, നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം. That's not autocrat ruling it. People are happy. Everybody who goes there is happy. What's wrong with that? So and they haven't gone around and killed people. So I'm not just rule out. Maybe democracy has reached its limits. Maybe we need to come up with some sort of a new system where people's will is reflected. The current democracies don't really reflect people. Look at what is happening to Trump. Political persecution in America. It's not a banana republic. It is not supposed to be a banana republic. തീർച്ചയായിട്ടും എന്തായാലും ഈ വരിയിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നതിൽ മാത്രം പൗരന്റെ അവകാശങ്ങൾ ഒതുങ്ങുന്നത് അതാവരുത് ഡെമോക്രസീസ്. പലപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും അതാകുന്നുണ്ട് എന്നത് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഈ ചർച്ച ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. എന്തായാലും താങ്ക് യു വെരി മച്ച് ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ശ്രീ ജിനേഷ് തമ്പിയാൻ, ഡോക്ടർ ടി പി ശ്രീനിവാസൻ. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും വളരെ സന്തോഷത്തോടുകൂടി തന്നെ എത്ര ലേറ്റ് ആയാലും ഞങ്ങളോടൊപ്പം അതിഥിയായിക്കൊള്ളുന്ന ശ്രീ ടി പി ശ്രീനിവാസൻ സാറിൻ്റെ ബർത്ത്ഡേ ആണ്. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദ എൻറ്റയർ ക്രൂ ഓഫ് അമേരിക്കൻ ഡയലോഗ്. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. Thank you. Thank you very much. Happy birthday, Ambassador. Thank you. Okay. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.